ബാഹ്യാകാശ പരീക്ഷണങ്ങൾ ലാഭകരമാണെന്ന് ചിലർ വാദിക്കുന്നതെന്തുകൊണ്ട്? ബാഹ്യാകാശയാത്രകൾ നടത്തുന്നത് വെറും ജിജ്ഞാസ തീർക്കാനല്ലെന്നറിയാമല്ലോ. പരീക്ഷണങ്ങൾ മാത്രവുമല്ല ലക്ഷ്യം. പല പ്രവൃത്തികളും സ്പേസ് വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഭംഗിയായും ലാഭകരമായും ചെയ്യാൻ കഴിയും. ജനോപകാരപ്രദമായ രീതിയിൽ ഈ ടെക്നോളജി ഉപയോഗപ്പെടുത്തണമെന്നു മാത്രം. ഉദാഹരണമായി, സ്പേസിൽ നിന്നും 5 മിനിറ്റുനേരം ക്യാമറ പ്രവർത്തിപ്പിച്ചു കിട്ടുന്ന ഛായാചിത്രങ്ങൾ പ്രത്യേക സജ്ജീകരണങ്ങളുള്ള ഒരു വിമാനത്തിൽ നിന്ന് എടുക്കുകയായിരുന്നു എങ്കിൽ 2 വർഷം തുടർച്ചയായി എടുക്കേണ്ടിവരുമായിരുന്നു. ഭൂസർവേ പാർട്ടികൾക്ക് ഇത്രയും ജോലി 80 വർഷം കൊണ്ട് മാത്രമേ തീർക്കാനാവൂ. 24 മണിക്കൂർ കൊണ്ട് ഭൂമിയുടെ പ്രതലം മുഴുവൻ ഛായാഗ്രഹണം ചെയ്യാൻ സ്പേസിൽ നിന്നു സാധിക്കും. 1000 വിമാനങ്ങളുണ്ടെങ്കിലേ ഈ സമയം കൊണ്ട് ഇതേ ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ. എണ്ണ, പ്രകൃതിവാതകങ്ങൾ ഇവയുടെ ലഭ്യതയെക്കുറിച്ചും കൃഷിക്ക് കാലാവസ്ഥാമാറ്റം കൊണ്ട് ദോഷങ്ങളുണ്ടാകാവുന്നതിനെക്കുറിച്ചും ഒക്കെ മുൻകൂട്ടി പഠിക്കാനാവുന്നതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നേട്ടം മനുഷ്യരാശിക്കുണ്ടാക്കാം. വാർത്താവിനിമയം. സ്പേസിൽ ലാഭകരമായി ചെയ്യാവുന്ന ചില അപൂർവ വ്യാവസായിക പ്രക്രമങ്ങൾ. ഇങ്ങനെ സ്പേസ് യാത്രകളെ നമുക്ക് സാമ്പത്തികോന്നമനത്തിനായി പല രീതിയിലും ഉപയോഗിക്കാം. ഇത്തരം നേട്ടങ്ങളുടെ സാമ്പത്തിക മൂല്യം ബാഹ്യാകാശ പരീക്ഷണങ്ങൾക്ക് ചെലവാക്കുന്നതിന്റെ എത്രയോ മടങ്ങ് കൂടുതലാണെന്നാണ് ചില ശാസ്ത്രജ്ഞന്മാർ വാദിക്കുന്നത്.